ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത ശ്ലോകം 2. ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യ ഉപസംഗമ്യ രാജാ വചനമബ്രവീൻ ശ്രീഹരേ നമഃ. തഥാ ആ സമയത്ത് രാജാവായ ദുര്യോധനൻ വ്യൂഢം കൂട്ടമായി നിർത്തിയിരിക്കുന്ന പാണ്ഡവാനീകം പാണ്ഡവന്മാരുടെ സൈന്യത്തെ ദൃഷ്ട്വാതു കണ്ടിട്ട് ആചാര്യം ഉപസംഗമ്യ ഗുരുവായ ദ്രോണരുടെ അടുത്ത് എന്നിട്ട് വചനം ഇങ്ങനെയുള്ള വാക്ക് അബ്രവീത് പറഞ്ഞു. കൗരവ സൈന്യങ്ങൾ കുരുക്ഷേത്ര ഭൂമിയിൽ അണിനിരുന്നപ്പോൾ ദുര്യോധന മഹാരാജാവ് പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് ഗുരുവായ ദ്രോണരെ സമീപിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. കുരുക്ഷേത്ര ഭൂമിയിൽ വ്യൂഹമായി നിന്ന പാണ്ഡവ സൈന്യത്തെ കണ്ട ദുര്യോധന മഹാരാജാവിന് സംശയവും പരിഭ്രാന്തിയും ഉണ്ടായെങ്കിലും നേർമാർഗം കണ്ടെത്താൻ രാജാവ് തയ്യാറല്ല. പ്രഥമ സേനാധിപതിയാകാൻ അർഹതയുള്ള വംശപിതാമഹനായ ഭീഷ്മരുള്ളപ്പോൾ തന്നെ ദുര്യോധനൻ എന്തിനാണ് ദ്രോണരെ ആദ്യമായി സമീപിച്ചത്? ആചാര്യ പദം കൊണ്ട് ഗുരു പിതാമഹനേക്കാൾ മുന്തിയവരാണെന്നും പിതാമഹനോടുള്ളതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം ഗുരുവിനോടാണെന്നും തെളിയിക്കാനായിരുന്നു. മാത്രമല്ല ഭീഷ്മരിൽ ദുര്യോധന പൂർണ്ണ വിശ്വാസമില്ലാത്തതുകൊണ്ടും ആകാവുന്നതാണ്. ഹരി ഓം. മൂർഖന്നൂർ ശ്രീഹരി തിരുമേനിജിയുടെ ശ്രീഹരി ഗീത ഭഗവത്ഗീതയിലൂടെ ഒരു ഭക്തിയാത്ര എന്ന ബുക്കിൽ നിന്നും ഈ 2 വരിയുടെ പദ്യരൂപത്തിൽ വളരെ ലളിതമായി രചിച്ചിരിക്കുന്ന ആ പുസ്തകത്തിലെ വരികൾ പാരായണം ചെയ്യുന്നു. സഞ്ജയൻ പറഞ്ഞു. വ്യൂഹം തീർത്ത പാണ്ഡവർ തൻ സൈന്യജാലം കണ്ട നേരം മോഹിതനായി തീർന്നു കുരുവംശരാജാവും. ഗുരു തൻ്റെ അടുത്തെത്തി തൊഴുകൈയുമായി നിന്നു ദുര്യോധനൻ ദ്രോണരോട് ഏവം പറഞ്ഞു. ശ്രീഹരേ നമഃ.